ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ ഹക്കായി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഫാൻമെയ്ഡ് മാങ്കയുടെ പാർട്ട് 1 ആണ്. ഫാൻമെയ്ഡ് മാങ്ക എന്താണെന്ന് അറിയാത്തവർക്ക് ഞാനൊന്ന് ചുരുക്കി പറയാം. എന്നെയും നിങ്ങളെയും പോലെയുള്ള ആൾക്കാർ ചിലർ ക്രിയേറ്റ് ചെയ്ത കോമിക്കാണ് അല്ലെങ്കിൽ മാങ്കയാണിത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഡ്രാഗൺ ബോൾസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒന്നുമല്ലല്ലോ, നമ്മളുടെ ഒറിജിനൽ സ്റ്റോറിയെ വെല്ലുന്ന രീതിയിലാണ് ഇതിന്റെ ആർട്സും സ്റ്റോറിയും ക്യാരക്ടേഴ്സും ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിനൊരു എക്സാമ്പിൾ ആണ് ഡ്രാഗൺ ബോൾ കാക്കുമി എന്ന് പറഞ്ഞിട്ടുള്ള ഫാൻമെയ്ഡ് മാങ്ക. ഈ ഒരു ഫാൻമെയ്ഡ് മാങ്കയും നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ആ വീഡിയോസും ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഡ്രാഗൺ ബോൾ ഹക്കായി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മോറോ ആർക്ക് കഴിയുന്നതിന് ശേഷമാണ്. മോറോ ആർക്ക് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു മോറോ ആർക്ക് എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ഇവിടെ ഫസ്റ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിലം പോലെയുള്ള ഒന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു മോൺസ്റ്റർ പോലെയുള്ള ഒരു ക്യാരക്ടർ എല്ലാവരെയും അടിച്ചിടാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ആൻസൺ എന്നൊരു ക്യാരക്ടറിനെ കാണിക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിനെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ ഒരു മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്നും അടി വാങ്ങി പോവുകയാണ്. ഈ ഒരു ആൻസന്റെ അടുത്ത് മറ്റൊരു ക്യാരക്ടർ വന്ന് അവനോട് പറയും, ആ മോൺസ്റ്റർ വന്ന ഉടൻ തന്നെ അവന്റെ പണി ചെയ്യാൻ തുടങ്ങി, എന്തോ ഇനി അത്ര ശരിയായി പോകുന്നതായിട്ട് തോന്നുന്നില്ല എന്നും അവൻ പറയുന്നു. ഇവിടെ നിന്നും വേഗം തന്നെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുണ്ടായ ഒരു ക്യൂബ് ആൻസന്റെ കയ്യിൽ കൊടുക്കുന്നു. നീ വേഗം തന്നെ ഇവിടെ നിന്നും പോയിക്കോ, ഞാൻ ഇവനെ തടയാമെന്ന് പറഞ്ഞ് ആൻസൺ അവിടെ നിന്നും പോകുന്നു. പോയ ഉടൻ തന്നെ ആ ഒരു മോൺസ്റ്റർ പോലെയുള്ള ക്യാരക്ടർ വന്ന് നേരത്തെ പറഞ്ഞ അവനെയും അങ്ങ് കൊന്നുകളയുന്നു. അങ്ങനെ ഈ സമയം ആൻസനെ നോക്കിക്കഴിഞ്ഞാൽ അവൻ ഒരു ഡോറിനടുത്ത് എത്തിയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ഡോറ് തുറന്ന് അതിനുള്ളിൽ കയറി പറയും, നിന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഇതിനുള്ളിൽ ഒരിക്കലും കയറാൻ സാധിക്കില്ല. അത് പറഞ്ഞ ഉടൻ തന്നെ ആൻസനെയും ആ ഒരു ക്യാരക്ടർ വന്ന് കുത്തി താഴെയിടുന്നു. കൂടാതെ അവന്റെ കയ്യിലുണ്ടായ ആ ഒരു ക്യൂബ് സെപ്പറേറ്റ് ആയി അതിൽ നിന്ന് 4 സ്പിരിറ്റ് പുറത്തേക്ക് വരുന്നു. ഈ ഒരു ക്യാരക്ടേഴ്സും ഇവിടെ എന്താണ് നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല, പോകെ പോകെ എല്ലാം മനസ്സിലായി വരും. അങ്ങനെ അതിനുശേഷം നമ്മുടെ എപ്പോഴത്തെയും പോലെ യൂണിവേഴ്സ് 7 ആണ് കാണിക്കുന്നത്. നമ്മുടെ ഗോക്കുവും വെജീറ്റയും ബിയറസിന്റെ പ്ലാനറ്റിൽ നിന്ന് ട്രെയിനിങ് ചെയ്യുകയാണ്. നമ്മുടെ ഗോക്കുവിനെ എടുത്തു കഴിഞ്ഞാൽ ഗോക്കു കയോക്കിൻ ബ്ലൂവിലും അതുപോലെ വെജീറ്റ എടുത്തു നോക്കിയാൽ വെജീറ്റ ബ്ലൂ എവല്യൂഷനിലുമാണ് ഉള്ളത്. അങ്ങനെ ഇവർ തമ്മിൽ ട്രെയിനിങ് ചെയ്ത് ഇവരുടെ ഇടയിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ഈ ഒരു ഫൈറ്റിൽ നമ്മുടെ വെജീറ്റ ജയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വെജീറ്റ പറയും, ഇവിടെ നിന്നേക്കാൾ സ്ട്രോങ്ങർ ആയിട്ട് ഞാനാണ് ഉള്ളത്. നിന്റെ ഈ ഒരു സൂപ്പർ സൈയൻ ബ്ലൂവിൽ കയോക്കിൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ എനർജി വേഗം തന്നെ ഡ്രെയിൻ ആയി പോകും, അതുകൊണ്ടാണ് എനിക്കിവിടെ ജയിക്കാൻ കഴിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ വിസ്സിനെയാണ് കാണിക്കുന്നത്. വിസ്സിന്റെ സ്റ്റിക്കിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒരു മെസ്സേജ് വരുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ മറ്റാരുമല്ല, നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് ആണ് വിസ്സിനെ വിളിക്കുന്നത്. അങ്ങനെ ഗ്രാൻഡ് പ്രീസ്റ്റ് വിസ്സിനോട് പറയാൻ തുടങ്ങും, നമുക്കൊരു കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് എല്ലാ ഗോഡ്സിനെയും ഏഞ്ചൽസിനെയും വിളിച്ചിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ് എന്ന് പറയുമ്പോൾ വിസ് എന്താണ് സംഭവം എന്ന് തിരിച്ചു ചോദിക്കുന്നു. അപ്പോഴാണ് ഗ്രാൻഡ് പ്രീസ്റ്റ് പറയുന്നത്, ഇത് ടെർമിനേഷൻ മീറ്റിംഗ് ആണ്, അതായത് ഒരാളെ ഇവിടെ നിന്നും നീക്കം ചെയ്ത് അവന്റെ സ്ഥാനത്ത് മറ്റൊരാളെ ഇവിടെ വയ്ക്കും. കൂടാതെ നീ വരുന്ന സമയത്ത് ഗോക്കുവിനെയും വെജീറ്റയും കൊണ്ടുവരണമെന്നും പറയുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെയും നമ്മുടെ ഗോക്കുവും വെജീറ്റയും നോക്കിക്കഴിഞ്ഞാൽ ഇവർ പിന്നെയും ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഫൈറ്റിനിടയിൽ വെജീറ്റ ഗോക്കുവിനോട് പറയും, എന്റെ ബോഡിയിൽ ഇനിയും പവേഴ്സ് ഉള്ള കാര്യം എനിക്കറിയാം, അത് നീ മര്യാദയ്ക്ക് പുറത്തു കൊണ്ടുവാ എന്ന് പറയുന്നു. പ്രത്യേകിച്ച് നിന്റെ അൾട്രാ ഇൻസ്റ്റിക്റ്റ് എന്ന് പറയുന്നു. ഇത് കേട്ട് ഗോക്കു പറയും, ഞാനിപ്പോൾ അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ തന്നെ ഈ ഒരു ഫൈറ്റിൽ നീ ഡിഫീറ്റ് ആകും. ഇത് കേട്ട് വെജീറ്റയും ദേഷ്യത്തിൽ തന്നെ പറയും, നീ എങ്ങനെങ്കിലും ആ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റ് പുറത്തു കൊണ്ടുപോകും, അതിൽ നിന്ന് എങ്ങനെ എനിക്ക് തടഞ്ഞു നിർത്തണമെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ട്രെയിനിങ് ചെയ്യണമെന്നും പറയും. അങ്ങനെ അപ്പോൾ തന്നെ ഗോക്കു ഒന്നും തന്നെ നോക്കാതെ മാസ്റ്റേർഡ് അൾട്രാ ഇൻസ്റ്റിക്റ്റിലേക്ക് മാറുന്നു. ഈ സമയം ബിയറസ് ആണെങ്കിൽ പെട്ടെന്ന് ഗോക്കുവിന്റെ എനർജി സെൻസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയം വെജീറ്റയെ നോക്കിക്കഴിഞ്ഞാൽ അടി വാങ്ങി പറന്നു പോകുന്ന വെജീറ്റയാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ സമയം ബിയറസും ഇവരുടെ അടുത്ത് എത്തുന്നു. ഗോക്കു ഇപ്പോൾ മാസ്റ്റേർഡ് അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ ആയതുകൊണ്ട് ഗോക്കുവിന്റെ കൂടെ ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞ് ബിയറസും ഗോക്കും തമ്മിൽ ഒരു ഫൈറ്റിന് തയ്യാറായിരിക്കും. ബിയറസ് പറയും, ഒരുപാട് കാലമായില്ലേ നമ്മൾ തമ്മിൽ ഒരു ഫൈറ്റ് ചെയ്തിട്ട്. അങ്ങനെ രണ്ടുപേരും പറന്ന് ഒരു പഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിനിടയിൽ വിസ് വന്ന് അത് സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ വിസ് സ്റ്റോപ്പ് ചെയ്ത ഉടൻ തന്നെ ഇവരോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ഗ്രാൻഡ് പ്രീസ്റ്റ് നമ്മളെ വിളിച്ചിട്ടുണ്ട്, ഉടൻ തന്നെ അവിടെ പോകണമെന്ന് പറയുന്നു. കൂടാതെ ഗോക്കുവിനെയും വെജീറ്റയെയും കൊണ്ടുവരാനും നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബിയറസ് ആണെങ്കിൽ എന്ത് മീറ്റിംഗ് ആണെന്ന് ചോദിക്കുമ്പോൾ ടെർമിനേഷൻ മീറ്റിംഗ് ആണെന്നും തിരിച്ച് വിസ് പറയും. എന്നാൽ ഗോക്കുവിനാണെങ്കിൽ ഇതെന്താണെന്ന് കൂടി മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് വിസ് പറഞ്ഞു കൊടുക്കുന്നത്, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഗോഡോ ഡിസ്ട്രക്ഷനെ നീക്കി അവന്റെ സ്ഥാനത്ത് പുതിയൊരാളെ നിയമിക്കും. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഗോക്കു വെജീറ്റെ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും
ആരെങ്കിലും ഒരാളായിരിക്കും തിരഞ്ഞെടുക്കുക എന്നാണ് തോന്നുന്നത്. എന്റെ പ്രഡിക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഗോകു അത് നീ ആയിരിക്കുമെന്നും നമ്മുടെ വിസ് പറയുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ സെനോയുടെ പാലസ് ആണ് കാണിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഗോഡ്സും ഏഞ്ചൽസും സുപ്രീം ഗൈസും എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടാകും. ഇവിടെ ഗോകു വന്ന ഉടൻ തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗോകു സെനോയെ കണ്ട് ഹേയ് സെനോ കുറെ നാളായില്ലേ കണ്ടിട്ട് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇത് കേട്ട് മറ്റുള്ള ഗോഡ്സ് നമ്മുടെ ഗോകുവിനെ ഒരുമാതിരി നോക്കാൻ തുടങ്ങും. ഇത് കാണുന്ന ഗോകു ആണെങ്കിൽ വെജീറ്റയോട് ഇവർ എന്തിനാണ് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് വെജീറ്റ പറയുന്നത് ഇവരുടെയൊക്കെ മെയിൻ കിങ് ആണ് സെനോ, അവർക്ക് കുറച്ചെങ്കിലും ബഹുമാനം നീ കാണിക്കുകയെന്നും പറയുന്നു. അതിനുശേഷം നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് വന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങുന്നു. ഇവിടെയുള്ള ഒരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനെ മാറ്റി പകരം നമ്മുടെ ഗോകു വെജീറ്റയും അതിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് ഇവിടെ നിയമിക്കണമെന്നും പറയുന്നു. അപ്പോഴാണ് ഗോകു ചോദിക്കുന്നത് എന്തിനാണ് നമ്മളെ രണ്ടുപേരും തിരഞ്ഞെടുത്തത്, ഞങ്ങളെക്കാൾ പവർഫുൾ ആയിട്ടുള്ള പല പേരും ഇവിടെ ഉണ്ടല്ലോ, എക്സാമ്പിളിൽ ജെറിനും ടോപ്പോയും ഒക്കെ. അപ്പോഴാണ് ഗ്രാൻഡ് പ്രീസ്റ്റ് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സ് ഒരു മോർട്ടലും ഡയറക്റ്റ് ആയി ഏഞ്ചൽസിന്റെ കൂടെ ട്രെയിനിങ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ യൂണിവേഴ്സിൽ മാത്രമാണ് നിങ്ങൾ രണ്ടുപേരും ഏഞ്ചൽസിന്റെ കൂടെ ട്രെയിനിങ് ചെയ്തിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുമാണ് ഇതിനു പറ്റിയ ആൾക്കാർ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ വെജീറ്റ പറയും എനിക്ക് ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ പദവിയിൽ ഇരിക്കാനൊന്നും ആഗ്രഹമില്ല, എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുമെന്നും നമ്മുടെ വെജീറ്റ ഗ്രാൻഡ് പ്രീസ്റ്റിനോട് പറയുന്നു. അങ്ങനെ അതിനുശേഷമാണ് ഗ്രാൻഡ് പ്രീസ്റ്റ് വിസിനോട് ചോദിക്കുന്നത് ഗോകുവും വെജീറ്റയും വെച്ച് നോക്കുമ്പോൾ ആർക്കാണ് ഈ ഒരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ പദവിയിൽ ഇരിക്കാൻ അർഹനായി ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. കൂടാതെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയുന്നുണ്ട് ഗോകു പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്, ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും ആ ഒരു എനിമിയെ ഡിഫീറ്റ് ചെയ്യും. ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ഗോകു ആണ് നമ്പർ 1. എന്നാൽ ഗോകു എത്രത്തോളം ഈ ഒരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ പദവിയിൽ ഇരിക്കുമെന്ന കാര്യം വളരെ സംശയമാണെന്ന് പറയുന്നു. കാരണം ഗോകുവിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലവനാണ്, കരുണയുള്ളവരും. അപ്പോഴാണ് വിസ് പറയുന്നത് വെജീറ്റ ആണെങ്കിൽ ഗോകുവിന്റെ അത്ര പവർഫുൾ അല്ലെങ്കിലും ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയിരിക്കാനുള്ള എല്ലാം തന്നെ നമ്മുടെ വെജീറ്റയിലുണ്ട്. കൂടാതെ ഇപ്പോൾ ബീറസിന്റെ കൂടെ ഈ ഒരു ചെറിയ പവേഴ്സ് ഒക്കെ ട്രെയിനിങ് ചെയ്യുന്നത് കൊണ്ട് ഇതിന് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള ആള് വെജീറ്റയാണ് എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് വിസ് തിരിച്ചും പറയുന്നു. അങ്ങനെ ഇതൊക്കെ കേട്ട് ഗ്രാൻഡ് പ്രീസ്റ്റ് അവസാനമായിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ ഗോഡ്സ് ഏഞ്ചൽസ് അതുപോലെ സുപ്രീം ഗൈസ് എല്ലാവരും ചെയ്യുന്ന ഒരു ഭൂരിപക്ഷം നടത്തും. ആർക്കാണ് കൂടുതൽ സപ്പോർട്ട് വരുന്നത് അവർ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയിരിക്കട്ടെ. എന്നാൽ ഇതൊക്കെ പറഞ്ഞാലും അവസാനം തീരുമാനമെടുക്കേണ്ടത് സെനോയാണെന്നും നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായ എല്ലാവരും തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇതിൽ ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാവുന്നതേയുള്ളൂ എല്ലാവരും തന്നെ വെജീറ്റയ്ക്കാണ് വോട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റും വിചാരിക്കുന്നു എന്നാൽ നമ്മുടെ വെജീറ്റയെ തന്നെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആക്കാം. അങ്ങനെ സെനോയുടെ തീരുമാനവും ചോദിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും സെനോ പറയും ഗോകുവിനെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആക്കിയാൽ മതി, കാരണം നമുക്കറിയാം നമ്മുടെ സെനോയുടെ ഫ്രണ്ട് ആണ് ഗോകു. അതുപോലെ തന്നെ ഗോകു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയാൽ തന്നെ എപ്പോൾ വേണമെങ്കിലും ഗോകുവിനെ ഇവിടേക്ക് കൊണ്ടുവരാനും അവന്റെ കൂടെ കളിക്കാനും ഒക്കെ സാധിക്കും. പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവരുടെയൊക്കെ കിങ് ആണ് അല്ലെങ്കിൽ ഗോഡ് ആണ് സെനോ. സെനോ പറഞ്ഞതിനപ്പുറം പിന്നെ ഒന്നും തന്നെ നടക്കില്ല എന്ന കാര്യവും. അങ്ങനെ ഈ ഒരു വോട്ട് ചെയ്തതിനൊന്നും ഒരു ഫലവും ഇല്ലാതെ ഫൈനലി ഗോകുവിനെ തന്നെ നമ്മുടെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആക്കാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇത് ഏത് ഗോഡിന് പകരമായിട്ടാണ് ഗോകു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാരുമല്ല നമ്മുടെ യൂണിവേഴ്സ് 6ലുള്ള ചാമ്പയെയാണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നത്. ചാമ്പയെ പുറത്താക്കാനുള്ള പ്രധാന കാരണവും തന്റെ പദവിയിൽ നിന്നും കറക്റ്റായിട്ട് തന്റെ ജോലികളൊന്നും ചെയ്യുന്നില്ല. കൂടാതെ ഒരു പെർമിഷൻ പോലും ഇല്ലാതെ മറ്റുള്ള യൂണിവേഴ്സിലേക്ക് പോവുകയും അവിടെ തന്റെ ആഗ്രഹം പോലെയുള്ള പല കാര്യങ്ങൾ ചെയ്ത് സൂപ്പർ ഡ്രാഗൺ ബോൾ വരെ വിഷ് ചെയ്തത് കൊണ്ടാണ് ചാമ്പയെ ഇവിടെ നിന്നും പുറത്താക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയുന്നു. അതുപോലെ തന്നെ ചാമ്പ ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ പഴയതുപോലെ ഒരു മോർട്ടൽ ആയിട്ട് മാറുകയും ചെയ്യും. ചാമ്പയുടെ ബോഡിയിലുണ്ടായ ആ ഒരു ഡിവൈൻ പവറും പുറത്തേക്ക് എടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനും സുപ്രീം ഗൈയും തമ്മിൽ അവരുടെ ബോഡിയും മറ്റും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാകും. ഈ സമയം ചാമ്പ പോകുന്ന സമയത്ത് തന്നെ ആ സമയത്തുണ്ടായിരുന്ന സുപ്രീം ഗായും ടെർമിനേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ അവസാനം ചാമ്പയുടെ പവേഴ്സ് ഒക്കെ എടുത്ത് അവനെ തിരിച്ചയക്കുന്നു. അങ്ങനെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയും നാളെ ഗോകുവിന് വേണ്ടിയിട്ട് ചില റിച്വൽസ് ഒക്കെ നടക്കും. ഗോകുവിനെ ഈ ഒരു പദവിയിൽ കൊണ്ടുവരാൻ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നാളെ തന്നെ എല്ലാവരും കറക്റ്റായി ഇവിടെ എത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയുന്നു. അങ്ങനെ എല്ലാ ഗോഡ്സും ഏഞ്ചൽസും അവിടെ നിന്ന് പോകുന്നു. ഇവിടെ പക്ഷെ നമ്മുടെ ഗോകുവിനെ നോക്കിക്കഴിഞ്ഞാൽ സെനോ ഗോകുവിന്റെ അടുത്ത് വന്ന് കുറച്ചു നേരം കളിക്കാമെന്ന് പറയുമ്പോൾ ഗോകു പറയും ഇപ്പോൾ സമയമില്ല, എന്നാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ഒക്കെ ആയതിനു ശേഷം എപ്പോൾ വേണമെങ്കിലും ഞാൻ ഇവിടെ വരാം, നിങ്ങളുടെ കൂടെ കളിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെനോയോട് ഗോകു പറയുന്നു. അങ്ങനെ എല്ലാവരും സെനോയുടെ പാലസ്
പാലസിൽ നിന്നും പുറത്തു വന്ന് അടുത്തത് നമ്മുടെ ഗോകു എർത്തിലെത്തിയ ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഗോകു എർത്തിലെത്തിയ ഉടൻ തന്നെ തന്റെ ഫ്രണ്ട്സും ഫാമിലിയോടൊക്കെ ഈ ഒരു വിഷയങ്ങളൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് ചീച്ചിക്കും മറ്റുള്ളവർക്കൊക്കെ സങ്കടം വരികയും കൂടാതെ ഗോകു ഈ ഒരു പദവിയിൽ എങ്ങനെ ഇരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരും ഒന്ന് ചർച്ച ചെയ്യുന്നു. ഈ ഒരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് തന്നെ എല്ലാം നശിപ്പിച്ചു കളയുന്നതാണ്. എന്നാൽ ഗോകുവിന് അത് കറക്റ്റായി ചെയ്യാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവരും ചിന്തിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഗോകു പറയുന്നത്, ഞാൻ മാക്സിമം ആൾക്കാരെയും പ്ലാനറ്റെയും ഡിസ്ട്രോയ് ചെയ്യാതിരിക്കാൻ തന്നെയാണ് ശ്രമിക്കുക. കൂടാതെ ഗ്രാൻഡ് പ്രീസ്റ്റ് എന്നോട് പറഞ്ഞിരുന്നു ഈ ഒരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ പദവിയിൽ മറ്റു പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അങ്ങനെ ഈ സമയമായിരിക്കും ഗോഹാൻ ഗോകുവിനോട് ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ യൂണിവേഴ്സ് 6-ൽ പുതിയൊരു ഗോഡായതുകൊണ്ട് തന്നെ പുതിയ സുപ്രീം ഗായും ഉണ്ടാവുമല്ലോ. അപ്പോഴാണ് നമ്മുടെ യൂണിവേഴ്സ് 7ന്റെ സുപ്രീം ഗായി ആയിട്ടുള്ള ഷിൻ അവിടെ വന്നിട്ട് സുപ്രീം ഗൈസ് എല്ലാം ഒരു പഴത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഗൈജി ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നിൽ നിന്നും റെയർ ആയിട്ടുണ്ടാകുന്ന ഗോൾഡൻ ഫ്രൂട്ടിൽ നിന്നാണ് സുപ്രീം ഗൈസ് ഉണ്ടാകുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന നോർമൽ ഫ്രൂട്ട് ആകട്ടെ നോർമൽ ഗൈസും ഉണ്ടാകുന്നു. എന്നാൽ അതിൽ നിന്ന് പഴുത്ത് വീഴുന്ന ഫ്രൂട്ട്സ് ഡീമൺ തലത്തിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ ഡീമൺ കിങ് ആയിട്ടുള്ള ഡബോറയൊക്കെ അങ്ങനെയാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഷിന്നും ഇവരോട് പറയുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അവസാനമായി ഗോകു എല്ലാവരുടെയും അടുത്ത് പോയി ഞാൻ പോയിട്ട് വരാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തുടങ്ങുന്നു. അതുപോലെ തന്നെ ഗോട്ടനോടും പറയുന്നുണ്ട്, ഞാൻ ഇനി തിരിച്ചു വരുന്ന സമയത്ത് നീ എന്നെക്കാളും സ്ട്രോങ്ങറായി മാറണം. കൂടാതെ അവസാനമായി പോകുന്നതിന് മുമ്പ് വെജിറ്റയെ കണ്ട് എന്റെ ജീവിതാവസാനം വരെയുള്ള റൈവലായിട്ട് നീ തന്നെയാണ് വെജിറ്റ എന്നും പറഞ്ഞ് ഗോകു അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അടുത്തതായി ആ ഒരു റിച്വൽ നടക്കുന്ന സ്ഥലത്താണ് ഗോകു ഉള്ളത്. ഗോകു മാത്രമല്ല മറ്റു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനും ഏഞ്ചൽസും സുപ്രീം ഗൈസും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഈ സമയമായിരിക്കും ബിയറോസ് ഗോകുവിനെ വിളിച്ച് ഇതിനു മുമ്പ് യൂണിവേഴ്സ് 6-ൽ ഉണ്ടായ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷന്റെ ഒക്കെ പ്രതിമകൾ അവന് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു ചടങ്ങിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഗോകു ആണെങ്കിൽ ഒരു സ്ഥലത്ത് അവിടെ ഇരിക്കുന്നു. അവന്റെ തൊട്ട് മുൻപിലായിട്ട് ഗോൾഡൻ ഫ്രൂട്ടും ഉണ്ടാകും. അങ്ങനെ ഗോകുവിനോട് തന്റെ കണ്ണടച്ച് തന്റെ മനസ്സൊക്കെ ശാന്തമാക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ തന്റെ മൈൻഡൊക്കെ കൂളാക്കി വെക്കുന്ന സമയത്ത് നമ്മുടെ ഏഞ്ചൽസ് ഒക്കെ കൈപിടിച്ച് ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ആക്കുന്നു. അങ്ങനെ ഗോകു പെട്ടെന്ന് തന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവന്റെ മുൻപിൽ ഒരു സുപ്രീം ഗായി വന്നിട്ടുണ്ടാകും. ഗോകു ആണെങ്കിൽ ഇത് കണ്ട് ഇത് എപ്പോഴാണ് എന്റെ മുൻപിൽ ഈ ഒരു പെണ്ണ് വന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാ ഒരു സുപ്രീം ഗായി പറയും, നീ കണ്ണടച്ച സമയത്താണ് ഞാൻ ഇവിടെ വന്നത്. കൂടാതെ ഞങ്ങൾ സുപ്രീം ഗൈസിന് ആണ് പെണ്ണ് എന്നൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് നമ്മുടെ നാമക്യൻസിനൊക്കെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഫൈനലി ഗോകു യൂണിവേഴ്സ് 6-ന്റെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയി മാറിക്കഴിഞ്ഞു. അങ്ങനെ അതോടുകൂടി ഈ ഒരു പാർട്ടും ഇവിടെ അവസാനിക്കുന്നു. ഡ്രാഗൺ ബോൾ കാക്കോമിക്ക് കിട്ടിയ അതേ ഒരു സപ്പോർട്ട് ഈ ഒരു ഡ്രാഗൺ ബോൾ ഹക്കായ്ക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയ ഗോകു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയുള്ള പാർട്ടിൽ നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഏകദേശം 3 ചാപ്റ്ററോളം കവർ ചെയ്തു. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാർട്ടുമായിട്ട് പിന്നെ വരാം.